നെക്സ്റ്റ് സെക്ഷൻ എക്സ്ട്രീം വാല്യൂസ് ആൻഡ് സാഡിൽ പോയിൻറ്റ്സ്. അതിൽ ഫസ്റ്റ് ടോപ്പിക്ക് ലോക്കൽ എക്സ്ട്രീമ. ലോക്കൽ മാക്സിമം അതല്ലെങ്കിൽ ലോക്കൽ മിനിമം ഇതിനെ കമ്പൈൻ ചെയ്ത് ഡിനോട്ട് ചെയ്യുന്നതാണ് ലോക്കൽ എക്സ്ട്രീമ. അതായത് ഒരു പോയിൻറ്റിൽ ലോക്കൽ എക്സ്ട്രീമ ഉണ്ടെങ്കിൽ ഒരു പോയിൻറ്റിൽ ചിലപ്പോൾ ലോക്കൽ മാക്സിമം ആയിരിക്കാം, അതല്ലെങ്കിൽ ലോക്കൽ മിനിമം ആയിരിക്കാം. രണ്ടിനും കൂടി ഡിനോട്ട് ചെയ്യുന്നതാണ് ലോക്കൽ എക്സ്ട്രീമ. നമ്മൾ ഓൾറെഡി സിംഗിൾ വേരിയബിളുള്ള ഫംഗ്ഷൻ്റെ കേസിൽ ലോക്കൽ എക്സ്ട്രീമ എന്താണെന്നും അതായത് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഇതെന്താണെന്നും അത് എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസും ടെസ്റ്റുകളും എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മളിവിടെ ആദ്യം രണ്ട് വേരിയബിളുള്ള ഫംഗ്ഷൻ്റെ കേസിൽ ലോക്കൽ എക്സ്ട്രീമ ഡിഫൈൻ ചെയ്യുന്നു, അത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റും ഡിസ്കസ് ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള രണ്ട് വേരിയബിളുള്ള ഒരു ഫംഗ്ഷൻ, അത് എ ബി എന്നുള്ള പോയിൻ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു റീജിയണിൽ ത്രൂ ഔട്ട് ഡിഫൈൻഡ് ആയിരിക്കണം. ദെൻ ഫസ്റ്റ് വൺ എഫ് ഓഫ് എ ബി എന്നുള്ളത് ആ ഫംഗ്ഷൻ്റെ ഒരു ലോക്കൽ മാക്സിമം വാല്യൂ ആവണമെങ്കിൽ എഫ് ഓഫ് എ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഫോർ ഓൾ ഡൊമെയിൻ പോയിൻറ്റ്സ് എക്സ് വൈ ഇൻ ആൻ ഓപ്പൺ ഡിസ്ക് സെൻറ്റേഡ് അറ്റ് എ ബി. അതായത് എ ബി സെൻറ്ററായിട്ട് വരുന്ന ഏതെങ്കിലും ഒരു ഓപ്പൺ ഡിസ്കിലെ, എല്ലാ ഓപ്പൺ ഡിസ്കും എന്നല്ല, ഏതെങ്കിലും ഒരു ഓപ്പൺ ഡിസ്കിലെ എല്ലാ പോയിൻറ്റ്സ് എക്സ് വൈക്കും എഫ് ഓഫ് എ ബി എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എ ബി എന്നുള്ളത് എഫിൻ്റെ ഒരു ലോക്കൽ മാക്സിമം വാല്യൂ ആയിരിക്കും. അതുപോലെ തന്നെ എ ബി എന്നുള്ള പോയിൻറ്റിൽ ലോക്കൽ മാക്സിമം എക്സിസ്റ്റ് ചെയ്യും എന്നും പറയും. സെക്കൻഡ് കണ്ടീഷൻ എഫ് ഓഫ് എ ബി എന്നുള്ളത് ലോക്കൽ മിനിമം ആവാനുള്ള കണ്ടീഷനാണ്. ഇതുപോലെ തന്നെയാണ് എ ബി സെൻറ്ററായിട്ട് വരുന്ന ഏതെങ്കിലും ഒരു ഓപ്പൺ ഡിസ്കിലെ എല്ലാ പോയിൻറ്റ്സിലും ഏതൊരു പോയിൻ്റ് എക്സ് വൈ എടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് എ ബി എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എ ബി എന്നുള്ളത് എഫിൻ്റെ ഒരു ലോക്കൽ മിനിമം ആണെന്നും എ ബി എന്നുള്ള പോയിൻറ്റിൽ ലോക്കൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുമെന്നും പറയുന്നു. ദെൻ ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ലോക്കൽ എക്സ്ട്രീം വാല്യൂ. അതായത് ലോക്കൽ എക്സ്ട്രീം വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഹാസ് എ ലോക്കൽ മാക്സിമം ഓർ മിനിമം വാല്യൂ at an interior point AB of its domain, and if the first partial derivatives exist there, then fx of AB equal to 0 and fi of AB equal to 0. സോ എഫ് എന്നുള്ള ഫംഗ്ഷനെ അതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആയിട്ടുള്ള എ ബിയിലെ ലോക്കൽ മാക്സിമം അതല്ലെങ്കിൽ ലോക്കൽ മിനിമം, ജനറലായിട്ട് പറയുകയാണെങ്കിൽ ലോക്കൽ എക്സ്ട്രീം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആ ഒരു പോയിൻറ്റിൽ എ ബി എന്നുള്ള പോയിൻറ്റിൽ അതിൻ്റെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് എക്സ് അറ്റ് എ ബി എന്നുള്ളതും എഫ് ഐ അറ്റ് എ ബി എന്നുള്ളതും 0 ആയിരിക്കും. നമ്മൾ ഓൾറെഡി സിംഗിൾ വാരിയബിൾ ഫംഗ്ഷൻസിൻ്റെ കേസിൽ അവിടെ എക്സ് ആണ് വാരിയബിൾ എന്നുണ്ടെങ്കിൽ എഫിന് അതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് എയിലെ ലോക്കൽ എക്സ്ട്രീം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് എ എന്നുള്ളത് 0 ആയിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതിനോട് സിമിലർ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ഇവിടെ. എ ബി എന്നുള്ള പോയിൻറ്റിൽ ലോക്കൽ എക്സ്ട്രീം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആ ഒരു പോയിൻറ്റിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് എക്സ് അറ്റ് എ ബി എന്നുള്ളതും എഫ് ഐ അറ്റ് എ ബി എന്നുള്ളതും 0 ആയിരിക്കും. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അറ്റ് ദി പോയിൻറ്റ് എ ബി എന്നുള്ളതും പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ അറ്റ് ദി പോയിൻറ്റ് എ ബി എന്നുള്ളതും 0 ആയിരിക്കും. സോ നമുക്കതിൻ്റെ പ്രൂഫ് നോക്കാം. എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ്റെ ഒരു ലോക്കൽ എക്സ്ട്രീം വാല്യൂ അതിൻ്റെ എ ബി എന്നുള്ള ഇൻറ്റീരിയർ പോയിൻറ്റിൽ ഡൊമൈനിലെ പോയിൻറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ദെൻ വൈ ഈക്വൽ ടു ബി എന്നുള്ള പ്ലെയിൻ കൊണ്ട് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് ഒരു സർഫസ് ആയിരിക്കും. അതായത് എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ് ആയിരിക്കും. സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള സർഫസ് അത് സ്പേസിലുള്ള ഒരു സർഫസ് ആയിരിക്കും. ആ ഒരു സർഫസിനെ വൈ ഈക്വൽ ടു ബി എന്നുള്ള പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ആ ഒരു പ്ലെയിനിൽ ആ ഒരു സർഫസിൻ്റെ ഒരു പോർഷൻ ഉണ്ടായിരിക്കും, അതൊരു കർവ് ആയിരിക്കും. സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ ബി ഈ ഒരു ഫോമിലായിരിക്കും ആ ഒരു കർവിൻ്റെ ഇക്വേഷൻ. കാരണം ആ പ്ലെയിനിലെ എല്ലാ പോയിൻറ്റ്സിലും അതിൻ്റെ വൈ കോർഡിനേറ്റ് അതല്ലെങ്കിൽ സെക്കൻഡ് കോർഡിനേറ്റ് ബി ആയിരിക്കും. അതൊരു ഫിക്സഡ് നമ്പർ ആയിരിക്കും. സോ അത് വാരി ചെയ്യുന്നുണ്ടാവില്ല, എക്സ് മാത്രമായിരിക്കും വാരി ചെയ്യുക. നമ്മൾ ഓൾറെഡി രണ്ട് വേരിയബിൾ ഫംഗ്ഷൻസിൻ്റെ കേസിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ള ആ ഒരു ടൈമിൽ ഈ ഒരു കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കർവിൻ്റെ ഇക്വേഷൻ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ ബി ഈ ഒരു ഫോമിലായിരിക്കും. ദെൻ അതൊരു ഫംഗ്ഷൻ ഓഫ് എക്സ് മാത്രമായിട്ട് റെഡ്യൂസ് ചെയ്യും ഈ ഒരു കേസിൽ. അതായത് ആ കർവിൻ്റെ ഇക്വേഷൻ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ ബി, അവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് വരുന്നത് എക്സ് ആണ്, വൈ ഒരു ഫിക്സഡ് നമ്പറാണ്, ബി ആണ്. സോ അത് വാരി ചെയ്യുന്നില്ല. സെഡ് എന്നുള്ളത് എക്സിനെ മാത്രമായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. എഫ് ഓഫ് എ ബി എന്നുള്ളത് ആ കർവിലെ പോയിൻ്റ് ആയതുകൊണ്ട് എക്സ് ഈക്വൽ ടു എ എന്നുള്ള പോയിൻ്റ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ ബി എന്നുള്ള ആ ഒരു കർവിൻ്റെ
ഫംഗ്ഷൻ്റെ ഡൊമെയിനിലെ ഒരു പോയിൻ്റ് ആയിരിക്കും എക്സ് ഈക്വൽ ടു എ എന്നുള്ളത്. അതുപോലെ തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ എ കോമ ബി എന്നുള്ള പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ ബി എന്നുള്ള ഫംഗ്ഷൻ ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കും അറ്റ് എക്സ് ഈക്വൽ ടു എ. അതായത് ആ ഒരു പോയിന്റിൽ എക്സ് ഈക്വൽ ടു എയിൽ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ ബി എന്നുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. ആ ഒരു കേസിൽ അത് പാർഷ്യൽ ഡെറിവേറ്റീവ് അല്ല, യൂഷ്വൽ ഡെറിവേറ്റീവ് ആണ്. കാരണം അത് എക്സിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡി സെഡ് ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എ എന്നുള്ളതും എഫ് എക്സ് അറ്റ് എ കോമ ബി എന്നുള്ളതും സെയിം ആയിരിക്കും. നമ്മൾ ഓൾറെഡി പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ജോമെട്രിക്കൽ കൺസെപ്റ്റ് പറഞ്ഞിട്ടുള്ള ടൈമിൽ ഈ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷന് എ കോമ ബി എന്നുള്ള പോയിന്റിൽ ലോക്കൽ എക്സ്ട്രീം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ ബി എന്നുള്ള ഫംഗ്ഷന് എക്സ് ഈക്വൽ ടു എ എന്നുള്ള പോയിന്റിൽ ലോക്കൽ എക്സ്ട്രീം വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. ദെൻ അതൊരു സിംഗിൾ വാരിയബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് തിയറം യൂസ് ചെയ്ത് ആ ഒരു പോയിന്റിലെ അതിൻ്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് ഡി സെഡ് ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എ ഈക്വൽ ടു 0, അതായത് എഫ് എക്സ് അറ്റ് എ കോമ ബി ഈക്വൽ ടു 0. ഇതുപോലെ തന്നെ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ള സർഫസിനെ എക്സ് ഈക്വൽ ടു എ എന്നുള്ള പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ആ പ്ലെയിനിൽ കിട്ടുന്ന കർവാണ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എ കോമ വൈ. ആ ഒരു കർവിന് നേരത്തെ യൂസ് ചെയ്ത ആർഗ്യുമെൻറ്റ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഐ അറ്റ് എ കോമ ബി എന്നുള്ളത് 0 കിട്ടും. സോ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അതായത് എഫ് എന്നുള്ള ഫംഗ്ഷന് അതിൻ്റെ ഡൊമൈനിലെ എ കോമ ബി എന്നുള്ള പോയിന്റിൽ ലോക്കൽ എക്സ്ട്രീം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആ ഒരു പോയിന്റിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് എക്സ് അറ്റ് എ കോമ ബി എന്നുള്ളതും എഫ് ഐ അറ്റ് എ കോമ ബി എന്നുള്ളതും 0 ആയിരിക്കും. ദെൻ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആൻഡ് സാഡിൽ പോയിൻറ്റ്സ്. സിംഗിൾ വാരിയബിൾ ഒരു ഫംഗ്ഷൻ്റെ കേസിൽ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷനാണെന്ന് വിചാരിക്കുക. ആ ഒരു ഫംഗ്ഷനെ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള പോയിൻറ്റ്സ്, ഒന്നാമത്തെ ചാൻസ് അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 വരുന്ന പോയിൻറ്റ്സ് ആണ്. അതുപോലെ രണ്ടാമതൊരു ചാൻസ് ഉള്ളത് അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിൻറ്റ്സ് ആണ്. ദെൻ മൂന്നാമത്തെ ചാൻസ് ഉള്ളത് അതിൻ്റെ ഡൊമൈനിലെ എൻ പോയിൻറ്റ്സിനാണ്. ഇത്തരം പോയിൻറ്റ്സിൽ മാത്രമാണ് ആ ഒരു ഫംഗ്ഷൻ്റെ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. ചാൻസ് മാത്രമാണ്, ലോക്കൽ എക്സ്ട്രീം വാല്യൂ എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്തായാലും ലോക്കൽ എക്സ്ട്രീം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ഈ 3 ടൈപ്പ് പോയിൻറ്റ്സ് മാത്രമായിരിക്കും. ദെൻ ആ ഒരു പോയിന്റിൽ ലോക്കൽ എക്സ്ട്രീം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ നമുക്ക് വേറെയും ടെസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0യോ എഫ് ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യാത്തതോ ആയിട്ടുള്ള പോയിൻറ്റ്സുകളെയാണ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. 2 വേരിയബിളുള്ള ഫംഗ്ഷൻസിൻ്റെ കേസിലും സിമിലർ കൺസെപ്റ്റ് തന്നെയാണ്. 2 വേരിയബിളുള്ള ഒരു ഫംഗ്ഷൻ്റെ കേസിൽ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള പോയിൻറ്റ്സ് താഴെ പറയുന്നതാണ്. ഒന്നാമതായിട്ട് അതിൻ്റെ ഇൻറ്റീരിയർ പോയിൻറ്റ്സിൽ എഫ് എക്സും എഫ് വൈയും 0 ആയിട്ട് വരുന്ന പോയിൻറ്റ്സിൽ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ പോയിൻറ്റ്സിൽ എഫ് എക്സോ എഫ് വൈയോ അതല്ലെങ്കിൽ രണ്ടും എക്സിസ്റ്റ് ചെയ്യാത്ത പോയിൻറ്റ്സിലും ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമതൊരു ചാൻസ് ഉള്ളത് ആ ഫംഗ്ഷൻ്റെ ഡൊമൈനിലെ ബൗണ്ടറി പോയിൻറ്റ്സിലാണ്. ബൗണ്ടറി പോയിൻറ്റ്സിലും ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ നമുക്ക് ക്രിട്ടിക്കൽ പോയിൻ്റ് എന്താണെന്ന് നോക്കാം. ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈനിലെ ഇൻറ്റീരിയർ പോയിൻറ്റ്സിൽ എഫ് എക്സും എഫ് വൈയും ഈക്വൽ ടു 0, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതിലെ ആദ്യത്തെ കണ്ടീഷൻ. അതല്ലെങ്കിൽ എഫ് എക്സോ എഫ് വൈയോ അതല്ലെങ്കിൽ രണ്ടും എക്സിസ്റ്റ് ചെയ്യാത്ത പോയിൻറ്റ്സ്. ഇത്തരത്തിലുള്ള പോയിൻറ്റ്സിനെയാണ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ മുകളിൽ പറഞ്ഞ 3 ടൈപ്പിലെ ആദ്യത്തെ 2 ടൈപ്പിനെയാണ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ടൈപ്പ് ഇതാണ്, എഫ് എക്സും എഫ് വൈയും ആ ഒരു പോയിൻറ്റിൽ ഈക്വൽ ടു 0 ആണെങ്കിൽ ആ ഒരു പോയിൻറ്റിനെ നമ്മൾ ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് പറയും. അതുപോലെ എഫ് എക്സോ എഫ് വൈയോ അതല്ലെങ്കിൽ രണ്ടും ഡു നോട്ട് എക്സിസ്റ്റ് ആ ഒരു പോയിൻറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു പോയിൻറ്റിനെയും ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് വിളിക്കും. ദെൻ സാഡിൽ പോയിൻ്റ്, എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷനെ അതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻ്റ് എ കോമ ബിയിൽ സാഡിൽ പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ എ കോമ ബി സെൻറ്ററായിട്ട് വരുന്ന ഏതൊരു ഡിസ്ക് കൺസിഡർ ചെയ്താലും ആ ഡിസ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എ ബി ആയിട്ട് വരുന്ന പോയിൻറ്റ്സുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ എഫ് ഓഫ് എക്സ് വൈ ലെസ് ദാൻ എഫ് ഓഫ് എ ബി ആയിട്ട് വരുന്ന പോയിൻറ്റ്സുകൾ ഉണ്ടായിരിക്കണം. ഏതൊരു ഡിസ്ക് എടുത്താലും ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം. ആ ഒരു ഡിസ്കിൽ ഈ 2 ഇനീക്വാലിറ്റീസും ഹോൾഡ് ചെയ്യുന്ന തരത്തിലുള്ള എക്സ് വൈകൾ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എ കോമ ബി എന്നുള്ള ക്രിട്ടിക്കൽ പോയിൻറ്റിനെ ആ ഒരു ഫംഗ്ഷൻ്റെ സാഡിൽ പോയിൻ്റ് എന്ന് വിളിക്കും. ആദ്യം ക്രിട്ടിക്കൽ പോയിൻ്റ് ആയിരിക്കണം. ദെൻ ക്രിട്ടിക്കൽ പോയിൻറ്റിൽ സാഡിൽ പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷനാണ് ആ ഒരു എ കോമ ബി ആ ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് സെൻറ്ററായിട്ട് വരുന്ന
ഏതൊരു ഡിസ്ക് കൺസിഡർ ചെയ്താലും ഈ രണ്ട് ഇൻഇക്വാലിറ്റീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള പോയിൻറ്റ്സ് ആ ഒരു ഡിസ്കിൽ എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയുണ്ടെങ്കിൽ എ കോമ ബി എന്നുള്ള ക്രിട്ടിക്കൽ പോയിൻറ്റിനെ സാഡിൽ പോയിൻ്റ് എന്ന് വിളിക്കും. കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ കോമ ബി കോമ എഫ് ഓഫ് എ ബി എന്നുള്ള സർഫസിലെ പോയിൻറ്റിനെ സാഡിൽ പോയിൻ്റ് ഓഫ് ദി സർഫസ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നും വിളിക്കും. സോ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൽ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിൻറ്റ്സുകളെയാണ് സാഡിൽ പോയിൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. സോ ഒരു ഫംഗ്ഷൻ്റെ ഡൊമെയിനിലെ ക്രിട്ടിക്കൽ പോയിൻ്റ് ആയാലും ആ ഒരു പോയിൻറ്റിൽ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സോ ഒരു ക്രിട്ടിക്കൽ പോയിൻറ്റിൽ ലോക്കൽ എക്സ്ട്രീം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുമോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ദി ലോക്കൽ എക്സ്ട്രീം വാല്യൂസ്. അതെന്താണെന്ന് നോക്കാം. Suppose that f of xy and its first and second partial derivatives are continuous throughout a disk centered at a comma b and that fx at a comma b equal to fy at a comma b equal to 0. സോ ഇവിടെയുള്ള കണ്ടീഷൻസ് എ കോമ ബി സെൻറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്കിൽ എഫ് ഓഫ് എക്സ് വൈയും അതിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ തന്നെ എഫ് എക്സ് ഓഫ് എ കോമ ബിയും എഫ് ഐ ഓഫ് എ കോമ ബിയും 0 ആയിരിക്കണം. ആ പോയിൻറ്റ്സിലെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് 0 ആയിരിക്കണം. ദെൻ ലോക്കൽ എക്സ്ട്രീം വാല്യൂസിൻ്റെ ടെസ്റ്റ് പറയുന്നത് ആദ്യത്തെ കണ്ടീഷൻ എഫ് ഹാസ് എ ലോക്കൽ മാക്സിമം അറ്റ് എ കോമ ബി ഇഫ് എഫ് എക്സ് എക്സ് ലെസ് ദാൻ 0 ആൻഡ് എഫ് എക്സ് എക്സ് ഇൻറ്റു എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 അറ്റ് എ കോമ ബി. സോ എ കോമ ബി എന്നുള്ള പോയിൻറ്റിൽ എഫ് എക്സ് എക്സ് ലെസ് ദാൻ 0 ആയിരിക്കണം. അതുപോലെ തന്നെ എഫ് എക്സ് എക്സ് ഇൻറ്റു എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എ കോമ ബി എന്നുള്ള പോയിൻറ്റിൽ ലോക്കൽ മാക്സിമം എക്സിസ്റ്റ് ചെയ്യും. ദെൻ സെക്കൻഡ് വൺ എഫിന് എ കോമ ബിയിൽ ലോക്കൽ മിനിമം എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ എഫ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അതുപോലെ എഫ് എക്സ് എക്സ് ഇൻറ്റു എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം അറ്റ് എ കോമ ബി. അതായത് ആ ഒരു പോയിൻറ്റിൽ എഫ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. എഫ് എക്സ് എക്സ് ഇൻറ്റു എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആയാൽ ആ ഒരു പോയിൻ്റ് എ കോമ ബിയിൽ ലോക്കൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാം. ദെൻ സാഡിൽ പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ എ കോമ ബി എന്നുള്ള ക്രിട്ടിക്കൽ പോയിൻറ്റിൽ സാഡിൽ പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ എഫ് എക്സ് എക്സ് ഇൻറ്റു എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ ലെസ് ദാൻ 0 ആണെങ്കിൽ എ കോമ ബി എന്നുള്ള ക്രിട്ടിക്കൽ പോയിൻറ്റിൽ സാഡിൽ പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യും. ദെൻ എഫ് എക്സ് എക്സ് ഇൻറ്റു എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ ഈക്വൽ ടു 0 ആണ് എ കോമ ബി എന്നുള്ള പോയിൻറ്റിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആയിരിക്കും. അതായത് ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്ത് ആ ക്രിട്ടിക്കൽ പോയിൻ്റ് എ കോമ ബിയിൽ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അതല്ലെങ്കിൽ സാഡിൽ പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറയാൻ സാധിക്കുകയില്ല. ആ ഒരു കണ്ടീഷനിൽ നമ്മൾ വേറെ ഏതെങ്കിലും മെത്തേഡ്സ് യൂസ് ചെയ്യണം ആ പോയിൻറ്റിലെ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഈ ഒരു എക്സ്പ്രഷൻ അതായത് എഫ് എക്സ് എക്സ് ഇൻറ്റു എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ സ്ക്വയറിനെയാണ് ഡിസ്ക്രിമിനൻ്റ് ഓഫ് എഫ് എന്ന് വിളിക്കുന്നത്. സോ ഡിസ്ക്രിമിനൻ്റ് ഓഫ് എഫ് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൽ മാത്രമാണ് ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. ഡിസ്ക്രിമിനൻ്റ് ലെസ് ദാൻ 0 ആയിട്ടുള്ള പോയിൻറ്റിൽ സാഡിൽ പോയിൻ്റ് ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. അതുപോലെ ഡിസ്ക്രിമിനൻ്റ് ഈക്വൽ ടു 0 ആയിക്കഴിഞ്ഞാൽ ആ ഒരു ക്രിട്ടിക്കൽ പോയിൻറ്റിൽ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വേറെ ഏതെങ്കിലും മെത്തേഡ്സ് യൂസ് ചെയ്യണം. ദെൻ ഈ ഒരു ഡിസ്ക്രിമിനൻറ്റിനെ നമുക്ക് ഡിറ്റർമിനൻറ്റിൻ്റെ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. ഒരു 2x2 മെട്രിക്സ് ആണ്. അതിൽ ഫസ്റ്റ് റോ വരുന്നത് എഫ് എക്സ് എക്സ് എഫ് എക്സ് വൈ, സെക്കൻഡ് റോ എഫ് എക്സ് വൈ എഫ് വൈ വൈ. ഈ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വരുന്നത് എഫ് എക്സ് എക്സ് ഇൻറ്റു എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ. അതുതന്നെയാണ് എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡിസ്ക്രിമിനൻറ്റ്. നമുക്ക് എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡിസ്ക്രിമിനൻറ്റിനെ ഈ ഒരു ഡിറ്റർമിനൻറ്റ് യൂസ് ചെയ്ത് ഓർത്ത് വയ്ക്കാവുന്നതാണ്.